ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ജിതേഷാണ്. ജിതേഷിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നോർത്ത് പരമാര റോട്ടില് അല്ലേ? അതെ, പരമാര റോട്ടിലാണ് നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാമയ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി, നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഓക്കെ. 15 വർഷക്കാലമായി നമ്മുടെ ഈ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അല്ലേ? അതെ അതെ. ഇതിനകത്ത് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഈവൻസ് ആണ് കൂടുതൽ, കോർപ്പറേറ്റ് ഈവൻസ് അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇപ്പം പോപ്പുലർ ആയിട്ടുള്ളത് കോർപ്പറേറ്റ് ഇവന്റ് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് ഒരുപാട് വലിയ പ്രോഗ്രാംസ്, പിന്നെ പ്രോട്ടോകോൾ ഈവൻറ്റ്സ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തി ലൈക്ക് പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡന്റ് വരുന്ന ഈവന്റ്, അതേപോലത്തെ പ്രോട്ടോകോൾ ഈവൻറ്റ്സിൽ നമ്മൾ ഒരുപാട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അങ്ങനെയുള്ള ഒരു ലാർജ് സ്കെയിൽ ഈവൻറ്റ്സ് ഒക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീമാണ് നമ്മുടെ. അതേപോലെ ഒരുപാട് ഇവൻ്റ് ഈ കഴിഞ്ഞ 15 വർഷത്തിൽ വലുതും ചെറുതും ഇടത്തരവും എല്ലാ ടൈപ്പ് ഓഫ് ഇവൻറ്റും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ജിതേഷ് ഫസ്റ്റ് എന്തായിരുന്നു അത് പഠിത്തം കഴിഞ്ഞിട്ട്? ഞാൻ ആക്ച്വലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈവൻറ്റ്സിലേക്ക് കയറിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഈവെൻറ്റിൻ്റെ അന്ന് ഒരു യമഹ ബൈക്കിൻ്റെ ലോഞ്ച് സമയത്ത് അതിലേക്ക് പ്രൊമോട്ടേഴ്സിനെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ബൈക്ക് ഓടിക്കാം എന്നുള്ളൊരു ക്രേസിലും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആ പരിപാടി ഭയങ്കര ക്രേസ് ആയിരുന്നു. അതെ അതെ. അപ്പോൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഒരു ബുള്ളറ്റൊക്കെ വീട്ടിൽ തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യമഹയുടെ ലോഞ്ച് വന്നപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ബൈക്ക് ഓടിക്കാൻ പറ്റിയ ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പറയും. പിന്നെ അതിലൂടെ എൻ്റെ ഫ്രണ്ട് വഴിയാണ് അത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും പോയി അതിൻ്റെ ലോഞ്ചിലൊക്കെ ഓടിച്ച് സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഭയങ്കര ഒരു തീർച്ചയായിട്ടും. പിന്നെ ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരായിട്ടൊക്കെ എല്ലാം ഭയങ്കര കമ്പനിയായപ്പോൾ പിന്നെ അവരായിട്ടുള്ള ഒരു പാർട്ട് ടൈമിൽ ഞാൻ അവരുടെ കൂടെ കഴിയുന്നതും അതിനെക്കുറിച്ച് അറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അവരുടെ കൂടെ കൂടി അത് അന്നത്തെ ഒരു കാലഘട്ടം. അത് കോളേജിൽ അത് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അറൌണ്ട് 95-96 ആ കാലഘട്ടമായിരിക്കും. അന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഇവിടെ ആകെ എംബ്രസാരിയോ ഉള്ളൊരു കമ്പനിയിലായിരുന്നു. അപ്പോൾ ഹരീഷ് ആണ് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. 15 വർഷം ആയിട്ടും എല്ലാം ഹൈ ലെവലിൽ ഉള്ള ഈവൻസുകളാണ് കൂടുതലും ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടത്. അത് ചെറിയ ഈവൻസുകളൊന്നും എടുക്കാറില്ല ഇപ്പം? അയ്യോ, അത് ആക്ച്വലി അങ്ങനെ ഒരു സംഭവമില്ല. ബിക്കോസ് അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വലിയ വലിയ കോർപ്പറേറ്റ് ഇവൻറ്റ്സും പ്രോട്ടോകോൾ ഇവൻറ്റ്സൊക്കെയാണ്. അപ്പോൾ അത് പിന്നെ ഇവൻ കല്യാണങ്ങളാണെങ്കിലും കൂടി ഞങ്ങൾ ഇനീഷ്യലി സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ വലിയ വലിയ സംഭവങ്ങളാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഒരു നാച്ചുറലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇവർ വലിയ പരിപാടികൾ മാത്രം എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പല ചെറിയ പരിപാടികൾ ഞങ്ങളിന്ന് പോയിട്ടുണ്ട്. അതെ, അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. അതൊരു പെർസെപ്ഷൻ ആയിപ്പോയി. ഒരു ദിവസം തന്നെ എത്ര പ്രോഗ്രാംസ് ഈവൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും? നമ്മൾ ഒരൊറ്റ പ്രോഗ്രാം എടുക്കുള്ളൂ. ഒരു കമ്പനി ഒരു പ്രോഗ്രാമേ ഞങ്ങൾ എടുക്കുള്ളൂ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് ഫുൾ ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കും. അതാണ് ഞങ്ങളുടെ. അതെ അതെ. 2-3 പരിപാടികളൊന്നും മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് അത് കപ്പാസിറ്റി ഉള്ള അതിനനുസരിച്ചിട്ടുള്ള ടീം ഉണ്ടാവും ചിലപ്പോൾ അവർക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടീമാണ്. ബട്ട് എവറിബഡി ഈസ് കേപ്പബിൾ ഓഫ് ഡെലിവറിങ് ഒക്കെ പോലെ. അപ്പോൾ അതാണ്. അപ്പോൾ കൂടുതൽ എടുത്ത് കൊളാക്കുന്നതിലും നല്ലത് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അവർക്ക് ഔട്ട്പുട്ട്. അപ്പോൾ ജിതേഷ് പറയുന്നത് ചെറുപ്പ വലിപ്പമില്ല, ചെറുതും ഇപ്പോൾ കറന്റ്ലി ഒരു ചെറിയൊരു കോൺഫറൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ചില ഓഫീസ് ഇനോഗ്രേഷൻ ഒക്കെ വരാറുണ്ട്. ചെറിയ അങ്ങനെ ഒരു ബില്ലിംഗ് റെസ്ട്രിക്ഷൻ ഇല്ല. ജിതേഷ്, ഈ ഒരു ബിസിനസ് മാത്രമല്ല, പല മേഖലയിലും കോമ്പറ്റീഷൻ ഫീൽഡ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഈ കോമ്പറ്റീഷൻ ഫീൽഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു? പ്രത്യേകിച്ച് നമ്മുടെ വർക്കുകളാണ് അതിന് സംസാരിക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബിസിനസ്സുകൾ കൂടുതലും വന്നതും റെഫറൻസിലും
മറ്റുള്ളവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവരെ ഏൽപ്പിച്ച ഇത് പിന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ആൾക്കാർ തരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അവർക്ക് കോമ്പറ്റീഷനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ബിക്കോസ് ദേ വിൽ ഗെറ്റ് വാട്ട് ദേ വാണ്ട് ഫ്രം മാസ്. സോ അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെയായിട്ടും. പിന്നെ കൂടുതലും കോമ്പറ്റീഷനൊക്കെ വരുന്ന ഈ ടെൻഡർ വിളി അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ്. അപ്പം അതൊക്കെ ഓരോരുത്തർ കോമ്പറ്റീഷൻ, അപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. നമ്മള് വർക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, അതാണ് നമ്മുടെ കമ്പനിയുടെ നമ്മളുടെ റേറ്റ് എങ്ങനെ അസർട്ടൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ നമ്മൾ ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിറ്റി. ആ ഒരു റെസ്പോൺസിബിലിറ്റിക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ നമ്മളെന്താണോ എഫേർട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ ഐറ്റത്തിന് എത്ര റേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ ആദ്യം നമ്മളതിൻ്റെ ഒരു നമ്മുടെ പ്രൂഫ് അവർക്ക് നമ്മൾ കൊടുക്കുന്നു, നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ്. അത് കഴിഞ്ഞിട്ടാണ് ആ സ്ഥലത്ത് വരുമ്പോൾ എന്തായിരിക്കും അവിടെ വരുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടിയാണ് ക്ലയൻറ്റും അവിടെ എത്തുന്നത്. അതാണ് നമ്മൾക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ ഒരു കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ടല്ല ചെയ്യുന്നത്. എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബന്ധം എന്നും നിലനിൽക്കും. അല്ലാതെ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടം വരുത്തിയിട്ട് ഒരു കാര്യമില്ല, ആർക്കും ഗുണമില്ല. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് കുറച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് എത്ര കാലം ആ റേറ്റ് കുറച്ച് കൊടുക്കാൻ ബിസിനസ് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് അല്ലേ? അതെ. ഇപ്പം നമ്മൾ ഈ ബിസിനസ് സെക്ഷൻ തന്നെ നമ്മൾ ഏതൊക്കെ നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ സഞ്ചരിക്കാറുണ്ടോ, അല്ല അവിടെ ബിസിനസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിലും, ചെന്നൈ, ഹൈദരാബാദ്, ബോംബെ, ഇവിടെ ഡൽഹി എല്ലായിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ ഇനി നമ്മളിപ്പം പുതിയ ഒരു ഫിലിം ഫീൽഡിലേക്ക് കയറിയിരിക്കുകയാണ്. അത് വളരെ അവിചാരിതമായിട്ടും പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹം ഒരിക്കലുമല്ല. നമ്മൾ ഇവൻ അഭിനയിക്കാനുള്ള ഒരു ഫിഗറൊക്കെ ഉണ്ട്, അങ്ങനെ യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. എന്നും സിനിമ നമ്മളുടെ ഒരു ചെറുപ്പത്തിൽ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകണം എന്ന് ഉള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അത് എപ്പോൾ ആകും എങ്ങനെ ആകും എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അതിന് ഈ അടുത്തൊരു സന്ദർഭം ഒത്തുകിട്ടി, ഒരു നല്ല കഥ വന്നപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വലിയ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇതിനകത്ത് തന്നെ ഒരു നല്ല കഥയെന്ന് തോന്നി. ആ കഥയിൽ വിശ്വസിച്ചിട്ട് ഒരു ചെറിയൊരു ബഡ്ജറ്റിൻ്റെ ഒരു തമിഴ് മൂവിയാണ്. തമിഴ് മൂവി. അത് തമിഴ് സബ്ജക്റ്റാണ്. നമുക്ക് ഈ പറയുന്ന പോലെ വലിയ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിലും അടുത്ത മാസം അത് അടുത്ത മാസത്തോടുകൂടി അതിന്റെ കംപ്ലീറ്റ് വർക്കുകളും തീരും. റിലീസ് ഡേറ്റുകൾ തീരുമാനിച്ചിട്ടില്ല. സിനിമയിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ നമ്മൾ എത്തിപ്പെടേണ്ട മേഖലയാണെങ്കിൽ അവിടെ എത്തും. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇത്ര വലിയൊരു കലാകാരന്മാരും ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് കലാകാരന്മാർ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ തന്നെ എൻ്റെ കാശ് മുതലായി എന്നുള്ള വിശ്വാസത്തിലാണ്. ബിക്കോസ് അത്രയ്ക്ക് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആൾക്കാരാണ് നമുക്ക് മുന്നിലുള്ളത്. ഇന്നിപ്പോൾ പുതിയ കുട്ടികളാണെങ്കിൽ കൂടി അവർ അഭിനയിക്കുന്ന രീതികൾ തീർച്ചയായിട്ടും ഗംഭീരം. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി എന്നും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി. അപ്പോൾ അതിനകത്തേക്ക് വരണമെങ്കിൽ ഒരു ഭാഗ്യവും ഒരു ദൈവാനുഗ്രഹവും എല്ലാം വേണം അതിന്. അപ്പോൾ അത് അവിടം വരെ എത്തി നിൽക്കുന്നു. ഇനിയെല്ലാം ജനങ്ങൾ അല്ലെങ്കിൽ ഓഡിയൻസ് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതെ അതെ. ജിതീഷേ, നമ്മളിപ്പോൾ ഈ ഒരു 15 വർഷമായി നമ്മൾ ഈ ഒരു ഈവൻസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അല്ലേ? അതെ. അതായത് നമ്മൾ ഈ 15 വർഷം നമ്മൾ വർക്ക് ചെയ്തിട്ട് പല പ്രശ്നങ്ങളിലും നമ്മൾ എന്താ പറയുക, കസ്റ്റമേഴ്സിൻ്റെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളമാണ്? ഞങ്ങൾ അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ കലാമേനെ സംബന്ധിച്ച് ഞങ്ങളൊരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് എടുക്കുന്നത്. അതിലേക്ക് കമ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് അതിൻ്റെ ഡേറ്റ് കൺഫേം ആണെങ്കിൽ എന്തായാലും ഈ ഇവൻറ്റിന് പ്രാധാന്യം കൊടുത്തിട്ട് വേറെ ഏത് ഇവൻറ്റും നമ്മൾ ആക്സെപ്റ്റ് കൂടെ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഇവൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ടോപ്പ് ലൈൻ പോളിസി. അതിപ്പോൾ ഇപ്പോൾ നമ്മുടെ കലാമയിൽ നിന്ന് ആര് അപ്രോച്ച് ചെയ്താലും
അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമ്മളൊരു ഇവൻ്റ് തന്നെ എടുക്കുകയുള്ളൂ. അതിൻ്റെ ക്ലാഷ് വരുന്ന ഇവൻറ്റ്സുകൾ നമ്മൾ കഴിയുന്നതും എടുക്കാറില്ല. ബിക്കോസ് നമ്മളൊരു ക്ലയൻറ്റിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂവും കൂടെ നോക്കാം. അവർക്ക് എന്താണ് നമ്മളിൽ നിന്ന് വേണ്ടത്, അതിന് എങ്ങനെ ഗുഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അതിന് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അതായത് കസ്റ്റമറോട് നമ്മൾ അവർക്ക് എന്തൊക്കെ ആവശ്യപ്പെടുന്നു അത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ സക്സസ്ഫുൾ ആക്കി കൊടുക്കുക. അതിനേക്കാൾ ഒരു പടി മേലെയാണ്. അതെ, ഓക്കെ. ആക്ച്വലി കസ്റ്റമറിന് എന്താ വേണ്ടതെന്നല്ല, അവർ കാണാത്ത ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു സർവീസ് ആണെങ്കിലും അതിന് നമുക്ക് എങ്ങനെ അവരുടെ പ്രൊഡക്റ്റിന് വാല്യൂ അഡീഷൻ കൂട്ടി അവർക്ക് അത് ബെനിഫിറ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ്സ് ഒരുപാട് ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മളിൽ നിന്ന് എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സർവീസും ഒരു എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ഇവൻ്റ്, അവർക്കൊരു പ്രശ്നവും വരാത്ത രീതിയിലുള്ള ഒരു പ്ലാനിങ്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലുത്. നമ്മൾ ഒരു ഇവൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമർ നമ്മുടെ കമ്പനിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും അറിയണ്ട. കറക്റ്റ്, അതല്ല മെയിനായിട്ട്. നമ്മളൊരു ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ലോഞ്ചിങ് ആണെങ്കിലും എന്താണെങ്കിലും ആ കമ്പനിയുടെ ഒരു പ്രോപ്പർ ബ്രീഫാണ് ഇതിൻ്റെ അകത്തുനിന്നെല്ലാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കമ്പനിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലേ? ഇത് ഒരു 10-30 വർഷമായി, 15 വർഷമായിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തത്. ഈ 30 വർഷ കാലയളവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ഒരു ബിസിനസ്സുകാരനേക്കാൾ ഉപരി എനിക്ക് എൻ്റെ ഫീൽഡിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു സർവീസ് രംഗത്ത് ആണെങ്കിൽ നമ്മൾ ഇത് എല്ലാവർക്കും പുറമേ നിന്ന് തോന്നുമ്പോൾ ഒരു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ജോബായിട്ടാണ് ആദ്യം തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ പോയി ഒരു എത്ര കഷ്ടപ്പാടുകളിൽ എത്ര പേരുടെ കഷ്ടപ്പാടും ഉറക്കമില്ലായ്മയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂറത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത്. അത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അത്ര കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ജോലിയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരോ ആൾക്കാരും, ഇപ്പോൾ സൗണ്ട് ലൈറ്റിൻ്റെ ആൾക്കാരായിക്കോട്ടെ, അതിൻ്റെ സ്റ്റേജ് ഉണ്ടാക്കുന്ന ആൾക്കാരായിക്കോട്ടെ, പന്തൽ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എടുത്തിട്ടാണ്. അപ്പോൾ അത് ഏറ്റവും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മളുടെ വെൻഡേഴ്സിനെയാണ്. അവരില്ലെങ്കിൽ നമുക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പം നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റിയ കുറേ വെൻഡേഴ്സ്, അഥവാ നമ്മളുടേതായിട്ടുള്ള എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ടായി. ഇന്ന് കേരളത്തിലാണ് ഏറ്റവും നല്ല വെൻഡേഴ്സ് സപ്പോർട്ട് കിട്ടാവുന്നത്. ക്വാളിറ്റിയുള്ള സാധനങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഏത് മെട്രോ സ്റ്റേറ്റിനെ കടപിടിക്കുന്ന രീതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ ധൈര്യമായിട്ട് പറ്റും. എത്രത്തോളമാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ സപ്പോർട്ട്? സ്റ്റാഫിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ അവർക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി ഇവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അവരത് ഏറ്റെടുത്ത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് സന്തോഷമുണ്ട്. അതേ ഒരു പാഷൻ ചില കുട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നും. അപ്പോൾ എന്തുകൊണ്ടും ഓരോരുത്തരും വളരെ ഇപ്പം എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോന്നും ഓരോ ലിങ്ക്ഡാണ്. ഇപ്പോൾ ഡിസൈൻ, ഒരു നല്ല ഡിസൈൻ ഉണ്ടായാലേ നല്ല സ്റ്റേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്ലയൻറ്റിന് എന്താ വേണ്ടതെന്നുള്ള ഒരു വീഡിയോ പ്രൊഡക്ഷൻ വേണം, അവിടെ അവർക്ക് വേണ്ട കണ്ടന്റ് ഉണ്ടാക്കണം. അപ്പോൾ അത് എല്ലാവരും കൂടി ചേർന്ന് ഒരു ക്ലയൻറ്റ് സർവീസിങ്ങിന് തുടങ്ങി എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അതൊരു ഫൈനൽ ഒരു മണിക്കൂറിൽ ഒരു വാവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബ്രീഫ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിരുന്ന് മീറ്റിംഗ് നടത്തി ഇതാണ് ക്ലയൻറ്റിന് വേണ്ടിയിട്ട്, സോ നമുക്ക് എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണയിലാണ് ബാക്കി എല്ലാവരും മൂവ് ചെയ്യണം. അപ്പോൾ ഒരുപാട് എല്ലാ ടീം മെമ്പേഴ്സും ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ഒരാൾ എന്തെങ്കിലും മിസ് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഇതുണ്ടെന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും കൂടി നമുക്ക് അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ആ ഇൻവോൾവ്മെന്റ് ഓരോരുത്തർക്കും ഓരോരോ ഐഡിയാസ് ആണല്ലോ, അല്ലേ? പക്ഷെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പം പല വ്യത്യാസങ്ങൾ ഇപ്പൊ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും? കഴിയുന്നത് നമ്മളുടെ റെപ്യൂട്ടേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു ഡിസൈൻ ഒരിക്കലും ഞങ്ങൾ വീണ്ടും അതേ ഡിസൈൻ തന്നെ
മറ്റുള്ളൊരു ക്ലയൻറ്റിന് കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ക്ലയൻറ്റിൻ്റെ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്ലയൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ ക്ലയൻറ്റിനെയും നമ്മൾ അതേപോലെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഒരു ചെറിയ ക്ലയൻ്റ് ആയിക്കോട്ടെ, വലിയ ക്ലയൻ്റ് ആയിക്കോട്ടെ, അങ്ങനെ ചെറുതൊന്നും വലിപ്പം ഇല്ലാതെയാണ് ഞങ്ങളൊരു ഇവൻ്റ് എടുത്താൽ പിന്നെ അത് ഞങ്ങളുടെ ഇവൻ്റാണ്. അതെ. അപ്പോൾ അത് വെച്ചിട്ട് ക്ലയൻറ്റിന് എത്ര വാല്യൂഡേഷൻ കൊടുക്കാൻ പറ്റുമോ? ജിതീഷ്, നമ്മളിപ്പോൾ ഈവൻസ് ചെയ്ത് കൊടുത്ത് ഇത്ര 15 വർഷമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ? അപ്പം അതിനകത്ത് ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. അതിനകത്ത് വേറെ കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം ഇത്ര നാൾ ചെയ്ത് വെച്ചല്ലേ കസ്റ്റമേഴ്സിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. ആ അനുഭവം എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഒത്തിരി ഉണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് ഒരു അതിൻ്റെ ഞാൻ വേറൊരു രസകരമായിട്ടുള്ളൊരു പ്രസക്തി ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാ ഇവൻറ്റ് മാനേജർമാരും ഞാൻ ഈ പറയുന്ന കാര്യത്തിനോട് സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ കിട്ടുന്ന ഒരു ക്ലയൻറ്റിന് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്ത് ആ ക്ലയൻറ്റിനെ ഹാപ്പി ആക്കി കഴിയുമ്പോൾ ആ ക്ലയൻറ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ തോളത്ത് തട്ടി അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന ഗംഭീരമായിട്ടോ എന്ന് പറയുന്ന ഒരു നിമിഷമുണ്ട്. അത് മതി. ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്. ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഏതൊരു ഇവൻറ്റ് മാനേജറേയും ഇന്ന് ഭൂമിയിലല്ല എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ ഒരു അപ്രീസിയേഷൻ, നമ്മൾ നല്ല ജോലി ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ തോളിൽ തട്ടി അല്ലെങ്കിൽ നമ്മൾ ആശ്ലേഷിച്ച് പറയുമ്പോൾ ആ കിട്ടുന്ന ഒരു എനർജിയാണ് നമ്മുടെ അടുത്ത ഇവന്റിനെ അതിലും ഗംഭീരമാക്കണം. അത് ജിതീഷിന്റെ ഫേസിൽ നോക്കുമ്പോൾ അറിയാം. പറയുമ്പോൾ തന്നെ വളരെ ഹാപ്പിയാണ്. അതെ, തീർച്ചയായും ശരിക്കും നമ്മുടെ സന്തോഷം കൊണ്ടാണ്. അതെ. ഇപ്പോൾ ഒരു ഇവന്റ് മാനേജറെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് 15 വർഷം പ്ലസ് ഒരു വേറെ 15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെക്നോളജി മാറുന്നു, സ്ട്രക്ചേഴ്സ് മാറുന്നു, ആർക്കിടെക്ചേഴ്സ് മാറുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എത്ര അഡാപ്റ്റ് ചെയ്യുന്നു അതാണ് നമ്മൾക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്യാനും അതിനെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു എന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അല്ലാതെ ഞാൻ ഇതിനകത്തൊരു വലിയൊരാളാണ് എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ബിക്കോസ് പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒത്തിരി ഇപ്പോൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾക്ക് തരും അല്ലേ? അല്ല, അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. എഐയുടെ സഹായത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിപ്പോ അതായത് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യണ പോലെ നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ക്വാളിറ്റിയിൽ തന്നെ നമ്മള് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്താലേ അവർക്ക് അല്ലേ? അല്ല, അതൊരു എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ തീർന്നു. അതെ, നമ്മൾ അത് എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജിതീഷേ, നമ്മളൊരു കസ്റ്റമറെ എങ്ങനെയാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരു കസ്റ്റമറെ നമ്മൾ സമീപിക്കുമ്പോൾ അവർക്ക് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മൾ അവരുടെ അടുത്ത് പെരുമാറ്റം കൊണ്ടും നമ്മളെ ആ ഒരു ഡീലിങ്സ് കൂടിയാണല്ലോ നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ സുമേഷ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ കലാമയ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമായെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ആക്ച്വലി ഈ 16ാമത്തെ വർഷം തുടങ്ങുമ്പോഴാണ്, ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 16 വർഷം, ഈ 16ാമത്തെ വർഷത്തിലാണ് കലാമയിൽ ആദ്യമായിട്ടൊരു സെയിൽസ് സ്റ്റാഫ് വരുന്നത്. ഓക്കെ. ഇത്രയും വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരു സെയിൽസ് സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നമ്മൾക്ക് റിലേഷനിലൂടെയും നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർ റെഫർ ചെയ്തിട്ട് കിട്ടിയ ഇവന്റുകളാണ് ഞങ്ങളുടെ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വളർന്നപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇതിനെ കൂടുതൽ വലുതാക്കുന്നില്ല എന്ന് ചില നമ്മളുടെ തന്നെ സുഹൃത്തുക്കളും ഇൻവെസ്റ്റേഴ്സും ചോദിച്ചുകൊണ്ടാണ് ഈ വർഷം നമ്മളതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം. പഴയ പോലെ തന്നെ പോയിട്ട് കാര്യമില്ല. അതെ അല്ലേ? നമ്മളൊരു ചേഞ്ചസ് ഇപ്പം നമ്മൾ ശ്രമിക്കുന്നത് പുതിയ യങ് ബ്ലഡ്സിനെ കൊണ്ടുവരിക, അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇവന്റ്സിനെ എങ്ങനെ ടേക്കപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിന് ഒരു നെക്സ്റ്റ് ലെവലിൽ ഒരു ഓട്ടോ പൈലറ്റ് കളർഫുൾ ആക്കാൻ പറ്റും എന്നുള്ള ന്യൂ ട്രെൻഡ്സിന് നമ്മൾ ഇപ്പോൾ അതിനെ എക്സ്പെരിമെന്റ് ചെയ്യും. സോ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഇതാണ് നമ്മളുടെ ക്ലയൻസിൻ്റെ നല്ല വാക്കുകളും അവർ റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടിയ ബിസിനസ്സുമാണ് കലാമയ്ക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാമിലിയിൽ അമ്മ, വൈഫ്, ഒരു മോൻ. 13 വയസ്സായിട്ട് ഇവിടെ സ്കൂളിൽ നൈപുണ്യ സ്കൂളിൽ പഠിക്കുന്നു. വൈഫ് ഹോം മേക്കറാണ്.
അമ്മയും വീട്ടിലാണ്. വീട്ടിൽ തന്നെയാണ്. ഓക്കെ. ഒരു സന്തോഷ ജീവിതം. അങ്ങനെ ഇപ്പോൾ പുതിയൊരു സിനിമയുടെ തിരക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇത് സക്സസ്ഫുൾ ആയിട്ട് വേണം. അവരുടെ പ്രാർത്ഥനയും നമ്മളുടെ അത് ജനങ്ങളത് വിലയിരുത്തണമല്ലോ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഫാമിലിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യമുള്ളൂ. അല്ല, കാരണന്മാരുടെ ഒരു പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണല്ലോ ഇപ്പൊ 15 വർഷമായിട്ട് കലാമയ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് അല്ലേ? ഒരു സംശയമില്ല. ആ ഒരു പ്രാർത്ഥനയുടെ അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇത്രയും അല്ലേ? അത് നമ്മള് തീർച്ചയായിട്ടും അത് ഒരു വലിയ സംഭവം തന്നെയാണ്. അതൊരു വല്ലാത്തൊരു എന്താ പറയാ, നമ്മുടെ ഒരു ബ്ലെസ്സിങ്. അപ്പോൾ വളരെയധികം സന്തോഷം ജിതേഷ്, ഇത്ര നേരം നമുക്ക് വിലപ്പെട്ട സമയത്ത് നമ്മള് ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു ലൈഫ് ജേണി ഒത്തിരി ഉണ്ട്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് 12 മിനിറ്റ് ആണ് നമ്മളത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഇത് സുമേഷ് ജനിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ സുമേഷായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് നമ്മളുടെ ഈ ഒരു ഓരോ ബിസിനസ്സുകാരുടെയും അവരുടെ ഒരു ലൈഫ് ജേണിയാണ് നമ്മുടെ ചാനലിലെ ഒരു പ്രത്യേകത. ഓക്കെ, നൈസ്. അപ്പം അതുപോലെ തന്നെ ജിതീഷേ, എനിക്കൊരു ലാസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡ്രീം മീഡിയക്ക് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്താണ്? ഡ്രീം മീഡിയ ഇന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിനകത്തൊരു ഡ്രീം, വലിയൊരു ഡ്രീം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ഡ്രീമുണ്ട്. അപ്പോൾ ആ ഡ്രീം എന്താണെന്നുള്ളത് നിങ്ങൾ ഡ്രീം ചെയ്യുക. അത് ആ ഡ്രീമിനെ എങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലിട്ട് നടന്നാൽ അത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. അതേപോലെ ഡ്രീം മീഡിയയും അതേപോലെ തന്നെ വലിയൊരു എന്താ പറയുക മേഖലകളിൽ ഇൻ്റർനാഷണൽ ചാനലായിട്ട് വളരട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജിതീഷേ, കലാമയ്ക്കും ഒത്തിരി ബിസിനസ്സുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പുതിയ പടങ്ങൾ എന്താ പറയുക ഇനി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.